T20 പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ ഏകദിന പരമ്പരയിലും ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയം രുചിച്ചു. 750 റൺസ് പിറന്ന മൂന്നാം ഏകദിനത്തിൽ 27 റൺസിൻ്റെ തോൽവി വഴങ്ങിയതോടെയാണ് ഇന്ത്യ പരമ്പരയിൽ 1-2 കീഴടങ്ങിയത്. ഇംഗ്ലണ്ട് നേടിയ 387-3 എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യ 360-7 എന്ന നിലയിലെത്തിയാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും തിളങ്ങിയ ഇംഗ്ലീഷ് യുവതാരം ജേക്കബ് ബഥേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇരു ടീമുകൾക്കും ഏറെ നിർണായകമായ പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. ബുംറയില്ലാത്ത ഇന്ത്യൻ ബൗളിംഗ് നിരയെ അനായാസം നേരിട്ട ഇംഗ്ലീഷ് ഓപ്പണർമാർ അതിവേഗം റൺസ് കണ്ടെത്തിയതോടെ 30 ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ 192 റൺസിൽ ഇംഗ്ലണ്ട് എത്തി. എന്നാൽ 31-ാം ഓവറിൽ ബഥേലിനെ മടക്കി പ്രസിദ്ധാണ് ആദ്യ വിക്കറ്റ് വീഴ്ത്തിയത്. 93 പന്തിൽ 11 ഫോറും 2 സിക്സും ഉൾപ്പെടെ 91 റൺസ് നേടിയ ബഥേലിന് അർഹിച്ച സെഞ്ചുറിയാണ് നഷ്ടമായത്. പിന്നാലെ 108 പന്തിൽ നിന്നും ബെൻ ഡക്കറ്റ് സെഞ്ചുറിയും പൂർത്തിയാക്കി. തുടർന്നും തകർത്തടിച്ച ഡക്കറ്റ് 44-ാം ഓവറിൽ സ്കോർ 141 വെച്ച് പുറത്തായി. പിന്നാലെ റൂട്ടും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. കഴിഞ്ഞ 6 ഏകദിന ഇന്നിംഗ്സുകളിലും റൂട്ട് 50+ സ്കോർ ചെയ്ത് റെക്കോർഡിട്ടിരുന്നു. റൂട്ട് ബട്ട്ലർ സഖ്യം തകർത്തടിച്ചതോടെ അവസാന നിമിഷം ഇംഗ്ലീഷ് സ്കോറിന് വലിയ കുതിപ്പാണ് ഉണ്ടായത്. ഇന്ത്യൻ ബൗളർ ഗുർനൂർ ബ്രാർ 10 ഓവറിൽ 97 റൺസ് വഴങ്ങി ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും അധികം റൺസ് വിട്ടുകൊടുത്ത ഇന്ത്യൻ ബൗളർമാരിൽ മൂന്നാമനായി മാറി. നിശ്ചിത 50 ഓവറിൽ 387-3 എന്ന ലോർഡ്സിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇംഗ്ലണ്ട് നേടിയത്. 48 പന്തിൽ 74 റൺസുമായി റൂട്ടും 13 പന്തിൽ 41 റൺസുമായി ബട്ട്ലറും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. അവസാന 3 ഓവറിൽ 62 റൺസാണ് ഇന്ത്യ വഴങ്ങിയത്. ഇംഗ്ലീഷ് പേസ് അറ്റാക്കിനെതിരെ കരുതലോടെ ബാറ്റ് വീശിയ ഇന്ത്യൻ ഓപ്പണേഴ്സ് മികച്ച തുടക്കം തന്നെയാണ് ടീമിന് നൽകിയത്. 53 പന്തിൽ നിന്നും ഗിൽ ആദ്യം 50 പൂർത്തിയാക്കിയപ്പോൾ 50 പന്തിൽ നിന്നാണ് രോഹിത് അർദ്ധ സെഞ്ചുറിയിലെത്തിയത്. എന്നാൽ 25-ാം ഓവറിൽ സ്കോർ 147 വെച്ച് ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. 84 പന്തിൽ 10 ഫോറും 1 സിക്സും ഉൾപ്പെടെ 77 റൺസായിരുന്നു ഇന്ത്യൻ നായകൻ നേടിയത്. പിന്നീടെത്തിയ കോഹ്ലിയുമായി ചേർന്ന് രോഹിത് ശർമ്മ വീണ്ടും ഇന്ത്യക്കായി മറ്റൊരു മികച്ച കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത്. ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ 31-ാം ഓവറിൽ രോഹിത് 84 പന്തിൽ നിന്നും തൻ്റെ 34-ാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി. ഒരു സന്ദർശക രാജ്യത്ത് ചെന്ന് ഏറ്റവും അധികം ഏകദിന സെഞ്ചുറികൾ നേടുന്ന താരമെന്ന റെക്കോർഡും രോഹിത് സ്വന്തം പേരിലാക്കി. ഇംഗ്ലണ്ടിൽ ഇതുവരെ 8 സെഞ്ചുറികളാണ് രോഹിത് നേടിയത്. എന്നാൽ ഇന്ത്യൻ ആരാധകരെ മുഴുവനും നിരാശരാക്കി 39-ാം ഓവറിൽ രോഹിത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായി. 110 പന്തിൽ 17 ഫോറും 5 സിക്സും ഉൾപ്പെടെ 138 റൺസായിരുന്നു രോഹിത് നേടിയത്. തുടർന്നെത്തിയ ഇഷാൻ കിഷൻ വെറും 14 റൺസ് മാത്രം എടുത്ത് പുറത്തായി. 2 പന്തുകൾക്ക് ശേഷം T20 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കൂടി പൂജ്യനായി മടങ്ങിയതോടെ മത്സരഫലം ഏതാണ്ട് ഉറപ്പായിരുന്നു. അർദ്ധ സെഞ്ചുറി കടന്ന് മുന്നേറിയ വിരാട് കോഹ്ലി 74 റൺസുമായി മടങ്ങിയതോടെ ഇന്ത്യ പരാജയവും ഉറപ്പാക്കി. ഒടുവിൽ 367 എന്ന നിലയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിന് മുമ്പിൽ കീഴടങ്ങി. അയർലൻഡിനോട് T20 പരമ്പര തോറ്റ ശേഷം ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യ ഇംഗ്ലണ്ടിനോടും T20 പരമ്പര തോറ്റിരുന്നു. ഇപ്പോൾ ഏകദിന പരമ്പര 1-2 തോറ്റതോടെ ഇന്ത്യയുടെ ഈ വിദേശ പര്യടനം മുഴുവനും പരാജയത്തിൻ്റേതായി മാറി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.